നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM പ്രവർത്തകർ പ്രതികളാകുമ്പോൾ അവരെ കുറ്റവാളികളാക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM പ്രവർത്തകർക്ക് കരുതൽ ആവശ്യമാണ്. കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന സംരംഭങ്ങൾ നാട്ടിൽ വരുമ്പോൾ അതിനെ തടയിടാൻ ഒരു കൂട്ടം ആളുകൾ മുന്നിട്ടിറങ്ങുന്നുണ്ടെന്നും MV ഗോവിന്ദൻ. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ തുടക്കം. 23-ന് സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ ഫാക്ടറി നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഭരണാധികാരികൾ സമര നിർമ്മാതാക്കളായി മാറുകയാണെന്നും എലപ്പുള്ളിയിൽ മദ്യ കമ്പനിക്ക് അനുവാദം നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പാലക്കാട്ടെ ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ സമര പ്രഖ്യാപന കൺവെൻഷൻ. വയനാട് ചൂരൽമലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളി മദ്യ കമ്പനിക്ക് സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി. കേരളത്തിൽ മദ്യം ഒഴുക്കുന്നതിനായി പഞ്ചായത്ത് രാജ് ചട്ടം അട്ടിമറിച്ചെന്നും സമിതി നേതാക്കൾ. മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന SDPI പദ്ധതി പ്രദേശത്തെ കൊടിനാട്ടി SDPIയുടെ പ്രതിഷേധം. മദ്യ കമ്പനിക്ക് വെള്ളം നൽകാനുള്ള വാട്ടർ അതോറിറ്റി തീരുമാനത്തിനെതിരെ പാലക്കാട്ടെ കൽമണ്ഡപത്തെ BJPയുടെ പ്രതിഷേധം. സമര പ്രഖ്യാപനവുമായി ചെറുതുരുത്തി കേരള കലാമണ്ഡലം മുൻ അധ്യാപകർ. ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഒരു കൂട്ടം മുൻ അധ്യാപകർ. സമരപ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി 24 മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക്. മേൽപ്പാലം നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചു. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുപ്പ് നടപടികളും നഷ്ടപരിഹാര തുക നൽകുന്ന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. മേൽപ്പാല നിർദ്ദിഷ്ട സ്ഥലം മുഹമ്മദ് മുഹസിൻ MLAയും മറ്റു ജനപ്രതിനിധികളും സന്ദർശിച്ചു. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വല്ലപ്പുഴയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. പ്രതി യൂട്യൂബർ മണവാളൻ തൃശൂർ സിറ്റി ഷാഡോ പോലീസിന്റെ പിടിയിൽ. പ്രതി അറസ്റ്റിലായത് കുടകിൽ നിന്ന്. കോടികളുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു. അഴിമതിയെ തുടർന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതിനു ശേഷം ചുമതല ഏൽക്കുന്ന 3ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. മങ്കര പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ്. ഇപ്പോഴത്തെ ആരോപണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്നും മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPM പ്രവർത്തകർ പ്രതികളാകുമ്പോൾ അവരെ കുറ്റവാളികളാക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM പ്രവർത്തകർക്ക് കരുതൽ ആവശ്യമാണ്. കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന സംരംഭങ്ങൾ നാട്ടിൽ വരുമ്പോൾ അതിനെ തടയിടാൻ ഒരു കൂട്ടർ ആളുകൾ മുന്നിട്ടിറങ്ങുന്നുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. ചിറ്റൂരിൽ CPM പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. വ്യവസായ സൗഹൃദ നയമാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്നും തുറന്ന് സംസാരിക്കവേ MV ഗോവിന്ദൻ പറഞ്ഞു. നല്ല രീതിയിൽ ലോകം മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കമ്മ്യൂണിസത്തെ ലോകത്തുനിന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവർ രണ്ടും ഇപ്പോഴും UDFന്റെ സഖ്യകക്ഷികളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇവർ സഖ്യകക്ഷിയാണ്, ഇപ്പോഴും സഖ്യകക്ഷിയാണ്. ഇവർക്കെല്ലാം ഇവർ പറഞ്ഞതുപോലെ 10,000, 5,000 ഒക്കെ വോട്ടുണ്ട് ഇവിടെ ഓരോ മണ്ഡലത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള മേഖലയിലാകെ ഇവരുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ ജയിച്ചത്. വലിയ രീതിയിൽ ജയിച്ചത്. വോട്ടൊക്കെ കുറേ അധികം ഉണ്ടാവും, പക്ഷെ ഇവരുടെ വോട്ടാ. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ വാങ്ങിയ വോട്ട് ഇവരെ തന്നെയാണ്. രാഹുൽ ഗാന്ധി വാങ്ങിയ വോട്ട് ഇത് തന്നെയാണ്. അന്നൊന്നും അവർ പോലെ തന്നെ പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. എല്ലാം ന്യൂനപക്ഷ വർഗീയതയുടെ ഒപ്പം ചേർന്നതിന് ഗുണഭോക്താവായി കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ എഞ്ചിനീയറിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ അനുയായികളായി മുസ്ലിം ലീഗ് മാറുന്ന ചിത്രം ഇതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിനും എതിരെ, മറുഭാഗത്ത് വലതുപക്ഷ തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന BJP, സംഘപരിവാർ വിഭാഗങ്ങൾ, RSS മുഴുവൻ നമുക്കെതിരെ. ഇവരെല്ലാം പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ ശൃംഖലകളാകെ ഇതിനെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. 3 ദിവസങ്ങളായി നടക്കുന്ന CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ചയാണ് തുടക്കം കുറിച്ചത്. സമ്മേളനത്തിൽ AK ബാലൻ, PK ശ്രീമതി, PK ബിജു, KK ശൈലജ, T സൂരജ്, EN സുരേഷ് ബാബു, CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, A പ്രഭാകരൻ, V ചന്താമരാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനം 23-ന് സമാപിക്കും. അന്ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭരണാധികാരികൾ സമര നിർമ്മാതാക്കളായി മാറുകയാണെന്നും എലപ്പുള്ളിയിൽ ബ്രൂവറി കമ്പനിക്ക് അനുവാദം നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഗാന്ധി ദർശൻ സമിതി പാലക്കാട്ട് സംഘടിപ്പിച്ച ജില്ലാ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. തങ്കപ്പൻ.
തങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് എതിരില്ലെന്നും വ്യവസായങ്ങൾ മനുഷ്യ പ്രകൃതി സൗഹാർദ്ദമാകണമെന്നും എ തങ്കപ്പൻ കൂട്ടിച്ചേർത്തു. CPM-ന് ഇതുവരെയില്ലാത്ത വ്യവസായ താൽപ്പര്യം സാമ്പത്തിക താൽപ്പര്യത്തെ മുൻനിർത്തിയാണ്. കർഷക സമരം നയിച്ച AKG കർഷക സമരം നടത്തി മെലിഞ്ഞെങ്കിലും പിന്നീട് സമരം ചെയ്ത പലരും തടിച്ചു വീർത്തു. പെപ്സിക്ക് വേണ്ടിയുള്ള സമരമാണ് കോള കമ്പനിക്കെതിരെ നടന്നത്. കേരളത്തിലെ മദ്യ ഉൽപ്പാദക കമ്പനികളുടെ ജലചൂഷണവും പരിശോധിക്കപ്പെടണം. സമരം ആത്മാർത്ഥതയോടെ ഉള്ളതാവണമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. പെപ്സിക്കെതിരെ സമരം ചെയ്യുന്ന വെള്ളമൂറ്റിലാണെങ്കിൽ എന്തുകൊണ്ട് ബീവറേജിനെ സമരം ചെയ്യുന്നില്ല? അവിടെ കൂട്ടിയിട്ടില്ല. അപ്പൊ കണക്ക് ഞാൻ നിരത്തി കൊടുത്തപ്പോൾ 2 പെപ്സിയും വെള്ളവും കൊക്കക്കോലയും കൊടുക്കുന്നതിന്റെ ഇരട്ടി ബീവറേജുകൾ വെള്ളം ഉപയോഗിക്കും. അപ്പൊ ഇപ്പൊ പോയിട്ട് നമ്മൾ കയറിയിട്ട് മറ്റേ പ്രീമിയർ ബീവറേജിന് മുന്നിൽ പോയിട്ട് സമരം ചെയ്യാൻ ആരും ശ്രദ്ധിക്കില്ല. പാലക്കാട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ന്യൂസ് പെപ്സിക്കെതിരെയോ കൊക്കക്കോലയ്ക്കെതിരെയോ ഒരു സമരം ചെയ്ത ഇന്റർനാഷണൽ ന്യൂസ് ഒരു സമരത്തിന്റെ പലപ്പോഴും ഞാൻ ആരെയും കുറ്റം പറയില്ല. ആ സമരത്തിന്റെ ആളുകൾക്ക് തടിച്ചു വന്നതല്ലാതെ മെലിഞ്ഞു പോയിട്ടില്ല. വർഷങ്ങളോളം സമരം ചെയ്തു. 1000 ദിവസം സമരം ചെയ്ത AK ഗോപാലൻ, അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കർഷകത്തോട് സമരം AK ഗോപാലൻ 1000 ദിവസം സമരം ചെയ്തു. പ്രസിഡന്റ് PP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം PV രാജേഷ്, S സൈലാവുദ്ദീൻ, KT പുഷ്പവല്ലി നമ്പ്യാർ, PS നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എലപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന മദ്യക്കമ്പനിക്ക് വെള്ളം നൽകാനുള്ള വാട്ടർ അതോറിറ്റിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ കൽമണ്ഡപം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പോലീസും BJP പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. അടിപിടി ദുരൂഹതയുള്ള ബ്രൂവറിക്ക് വെള്ളം നൽകുന്നത് കുടിവെള്ളത്തെയും കൃഷിയെയും പ്രതികൂലമായി ബാധിക്കും. ഓരോ വേനലിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുന്നത് മലമ്പുഴ ഡാമിനെ ആശ്രയിച്ചാണ്. യാതൊരു പഠനവും നടത്താതെയാണ് ഒയാസിസ് ബ്രൂവറിക്ക് വെള്ളം നൽകാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചത്. ഇതിന് പിന്നിൽ വൻ അഴിമതിയുണ്ട്. നിഗൂഢമായാണ് ബ്രൂവറി കമ്പനിയുടെ ഫയലുകൾ നീക്കിയതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാൻ പോലും അനുവദിക്കാതെയാണ് കേരളത്തിലെ പിണറായി ഭരണം. MP രാജേഷും പിണറായി സർക്കാരും പിണറായി വിജയനും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഏത് തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ മദ്യ കമ്പനി സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വാട്ടർ അതോറിറ്റി വെള്ളം നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഈ കോമ്പൗണ്ട് രംഗത്ത് കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ തീരുമാനമായി മുന്നോട്ട് പറയും. എന്നാൽ വെള്ളം നൽകുവാനുള്ള ഉറപ്പ് വാട്ടർ അതോറിറ്റി നൽകിയിട്ടില്ലെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരായ അജേഷും EN സുരേന്ദ്രനും പറഞ്ഞു. അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് ഇൻഫ്രാക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 MLD പ്ലാന്റ് അവിടെ വെച്ചിട്ട് വരുന്നുണ്ട്. അതിന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. തുറക്കാമെന്ന് നമ്മൾ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. മലമ്പുഴയിൽ നിന്നും ഈ ഇൻഫ്രാ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന വെള്ളം വേണമെങ്കിൽ അങ്ങനെ എത്തിക്കാമെന്ന് അങ്ങനെ എത്തിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇൻഫ്രയ്ക്ക് 10 ലക്ഷം ലിറ്റർ വെള്ളം റോ വാട്ടറാണ് കൊടുക്കുന്നത്. അതിനുള്ള ഇംപ്ലിമെൻറ്റ് ഏജൻസി മാത്രമാണ് വാട്ടർ അതോറിറ്റി. അല്ലാതെ നമ്മളത് അവർക്ക് കൊടുക്കാമെന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇൻഫ്രയാണ് അത് തീരുമാനമെടുക്കേണ്ടത്. കമ്പനി എന്തെങ്കിലും ചർച്ചയ്ക്ക് വന്നിരുന്നു? കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിന് 10 ലക്ഷം ലിറ്റർ വെള്ളം നൽകുന്നുണ്ട്. ഇതിൽ നിന്നും വെള്ളം നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചത്. എണ്ണ കമ്പനിക്ക് എഥനോൾ നിർമ്മാണമെന്ന ആവശ്യമായാണ് കമ്പനി അധികൃതർ എത്തിയതെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ ഗോപാലൻ, E വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് C മധു, ജില്ലാ സെക്രട്ടറി M സുരേന്ദ്രൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് EP നന്ദകുമാർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് N ഷൺമുഖൻ, BJP പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ അയ്യപുരം, K ബാബു, രാജേഷ് ആലത്തൂർ, RG ബിലൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമര പ്രഖ്യാപനവുമായി ചെറുതുരുത്തി കലാമണ്ഡലം മുൻ അധ്യാപകർ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 24-ാം തീയതി മുതൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല സമരത്തിൻ്റെ ഭാഗമായി കലാമണ്ഡലത്തിന് മുൻപിൽ സമരത്തിൻ്റെ കേളിക്കൊട്ട് നടന്നു.
കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരാണ് കുടിശ്ശിക തീർത്തു നൽകാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 6ാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടുതന്നെ 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല എന്നാണ് വിരമിച്ച അധ്യാപകർ പറയുന്നത്. UGC 7ാം ശമ്പള പരിഷ്കരണം അനുവദിച്ച് ഉത്തരവായപ്പോൾ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ശമ്പള കുടിശ്ശിക തീർത്തു നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായിട്ടും കലാമണ്ഡലത്തിൽ അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലത്തിലെ റിട്ടയേർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത്. ഫെബ്രുവരി 24-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി ജനുവരി 21-ാം തീയതി കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിന്റെ കേളി കൊട്ടു നടന്നു. കലാമണ്ഡലത്തിന് മുൻപിൽ നടന്ന പരിപാടി കലാമണ്ഡലം OK അംബിക അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം K കറുപ്പുസ്വാമി, കലാമണ്ഡലം K കുട്ടിനാരായണൻ എന്നിവർ ചേർന്ന് കേളി കൊട്ടോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം S ഗോപകുമാർ, കോങ്ങാട് മധുസൂദനൻ, കലാമണ്ഡലം PV ഈശ്വരനുണ്ണി, കലാമണ്ഡലം VK ഹൈമാവതി, കലാമണ്ഡലം PN ഗിരിജ, കലാമണ്ഡലം സൂര്യനാരായണൻ, കലാമണ്ഡലം M കൃഷ്ണകുമാർ, കലാമണ്ഡലം സുജാത, കലാമണ്ഡലം N ശിവരാമൻ, കലാമണ്ഡലം C ശിവദാസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. 6ാം പദ്ധതിയുടെ 6ാം ശമ്പളത്തിന്റെ കമ്പ്യൂട്ടേഴ്സ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഈ വിഷയങ്ങൾ സാമാന്യ നീതിയുടെ ഭാഗമായി കേരളത്തിലെ മറ്റുള്ളവർ അനുഭവിച്ച ആനുകൂല്യങ്ങൾ നമ്മൾക്കും തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കലാമണ്ഡലം വൈസ് ചാൻസലർമാർക്കും അവിടെ ബഹുവചനമാണ്. കാരണം ഒന്നിലധികം വൈസ് ചാൻസലർമാർ വന്നുപോയി എന്നുള്ളതുകൊണ്ട് തന്നെ നിവേദനങ്ങൾ നൽകിയതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയനാട് ചൂരൽമലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളി സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകിയതെന്ന് മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ. കേരളത്തിൽ മദ്യം ഒഴുക്കാനായി സർക്കാർ പഞ്ചായത്ത് രാജ് ചട്ടം അട്ടിമറിച്ചെന്നും പാലക്കാട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ AK സുൽത്താൻ ആരോപിച്ചു. കേരളത്തിൽ മദ്യമൊഴുക്കാനായി സർക്കാർ പഞ്ചായത്തി രാജ് ചട്ടം അട്ടിമറിച്ചെന്നും സുൽത്താൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ മദ്യമൊഴുക്കില്ലെന്നും മദ്യശാലകൾക്ക് അനുമതി നൽകില്ലെന്നും പറഞ്ഞ LDFന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 29 ബാർ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ LDF 836 ബാറുകൾക്കാണ് അനുമതി നൽകിയത്. മദ്യമുതലാളിമാർക്ക് വേണ്ടി ഗതാഗത നിയമത്തിലുൾപ്പെടെ സർക്കാർ മാറ്റമുണ്ടാക്കി. ഒയാസിസ് കമ്പനി അനുമതി ലഭിക്കാനായി നൽകിയ അപേക്ഷകളിലും അടിമുടി ദുരൂഹതയാണ്. വരൾച്ച ബാധിത പ്രദേശമായ എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും മദ്യക്കമ്പനിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും സുൽത്താൻ പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം പോലും ഉത്പാദിപ്പിക്കില്ലെന്നാണ്. ഒരു ബാറിനും ഒരു ലൈസൻസും കൊടുക്കില്ലെന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പൊ 836 ബാറുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യമായിട്ട് ഈ സർക്കാർ ജനവഞ്ചന നടത്തിയത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിനെ ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചുകൊണ്ടാണ് ജനവഞ്ചന നടത്തിയത്. വൈസ് പ്രസിഡന്റ് മാണി പറമ്പത്ത്, K അബൂബക്കർ, PB ശ്രീനാഥ് കടമ്പഴിപ്പുറം, അബ്ദുൾ ഖുദ്ദൂസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ മദ്യ ഫാക്ടറി നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയത് ഉടൻ പിൻവലിക്കണമെന്ന് SDPI ആവശ്യപ്പെട്ടു. പദ്ധതി പ്രദേശത്തെ കൊടി നാട്ടിയായിരുന്നു SDPIയുടെ പ്രതിഷേധം. ജലദൗർലഭ്യ മേഖലയിൽ നിന്ന് വൻതോതിൽ വെള്ളം ഊറ്റാൻ കുത്തകളെ അനുവദിക്കുന്ന സർക്കാർ നയം മേഖലയെ വൻ ജലക്ഷാമത്തിലേക്കും പ്രതിസന്ധിയിലേക്കും തള്ളിവിടും. ഒയാസിസ് കൊമേഴ്ഷ്യൽ എന്ന കമ്പനിക്കെതിരെ പഞ്ചാബിൽ ജനങ്ങൾ സമരത്തിലാണ്. ഇക്കാര്യം മറച്ചുവെച്ചാണ് സർക്കാർ മദ്യരാജാക്കന്മാർക്ക് പരവതാനി വിരിക്കുന്നത്. അതീവ രഹസ്യമായി നടത്തിയ നീക്കങ്ങൾ പ്രദേശവാസികൾ അറിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. മദ്യ കമ്പനിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും
കൃഷിഭൂമിയായിരുന്ന പ്രദേശത്ത് എങ്ങനെയാണ് ഒരു കൂറ്റൻ ജലമൂറ്റൽ കേന്ദ്രത്തിന് അനുമതി നൽകിയത് എന്നത് ദുരൂഹമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെയും തദ്ദേശ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ കള്ളക്കളികളിൽ പങ്കുണ്ട്. അഴിമതിക്ക് വാതിൽ മലർത്തിയിട്ട് ജനദ്രോഹ നടപടികൾക്ക് ഒത്താശ ചെയ്യുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി SDPI മുന്നോട്ടു പോകുമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം, വൈസ് പ്രസിഡന്റ് ഷരീഫ് അത്താനിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇല്യാസ് കാവിൽപ്പാട്, സുബൈർ ആലത്തൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ ധാരണ ഉള്ളതാണ്. അവിടെ തന്നെയാണ് നിലവിൽ ഒരു മദ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. തീർത്തും നിഷേധമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിന് ടെൻഡർ ക്ഷണിച്ചു. മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുപ്പ് നടപടികളും നഷ്ടപരിഹാര തുക നൽകുന്ന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിച്ചു. പാലം വരുന്നതോടുകൂടി വല്ലപ്പുഴയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLAയും മറ്റു ജനപ്രതിനിധികളും നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. വല്ലപ്പുഴയുടെ ഏറ്റവും പ്രധാന ആവശ്യമായ വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിനും ടെൻഡർ ക്ഷണിച്ചു. വല്ലപ്പുഴയുടെ ഗതാഗതക്കുരുക്കിനാണ് ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തോടെ ശാശ്വത പരിഹാരമാകുക. ഷൊർണൂർ നിലമ്പൂർ പാത നവീകരണത്തിനും പാത ദീർഘിപ്പിക്കുന്നതിനും റെയിൽവേ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ട്രെയിനുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും ഏറെ സഹായിക്കുന്ന പദ്ധതിയാണ് റെയിൽവേ മേൽപ്പാലം. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പ് നടപടികളും നഷ്ടപരിഹാര തുക നൽകുന്ന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിച്ചതായി നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ച ശേഷം മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അത് സംസ്ഥാന ബഡ്ജറ്റിൽ വെച്ചിരുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പ് പൂർണ്ണമായി പൂർത്തീകരിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി വഴിയാണ് സ്ഥലമേറ്റെടുപ്പിന് ഫണ്ട് അനുവദിച്ചത്. അത് സ്ഥലമേറ്റെടുത്തു ആളുകൾക്ക് പണം കൊടുത്ത് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയുള്ളത് വല്ലപ്പുഴ മേൽപ്പാലത്തിന് അതിന്റെ നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ആ ടെൻഡർ 27-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ സ്ഥലമേറ്റെടുപ്പിന് പൂർത്തീകരിച്ച് അതിന്റെ ടെൻഡർ നടപടി ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കിഫ്ബി വഴിയാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള തുകയും നഷ്ടപരിഹാര തുകയും അനുവദിച്ചിട്ടുള്ളത്. റെയിൽവേ ലൈനിനു മുകളിലുള്ള ഭാഗം മാത്രം റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുക. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാലുടൻ തന്നെ വല്ലപ്പുഴ ടൗണിന്റെ സമഗ്ര നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. MLAക്കൊപ്പം മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIM മങ്കര ലോക്കൽ കമ്മിറ്റി നടത്തിയ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഇപ്പോഴത്തേതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. പദ്ധതിയിൽ നിന്നും മുഴുവൻ പേർക്കും കണക്ഷൻ നൽകി പദ്ധതി ഉടൻ ആരംഭിക്കണമെന്നും പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ടെൻഡർ കൊടുത്തതും കരാറുകാരനെ നിശ്ചയിച്ചതും മേൽനോട്ടം വഹിക്കുന്നതും സർക്കാർ നിയോഗിച്ച വാട്ടർ അതോറിറ്റിയാണെന്നിരിക്കെ പിന്നെ എന്ത് അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് CPM വ്യക്തമാക്കണം. യാഥാർത്ഥ്യത്തിൽ ഈ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്, അതിന്റെ ടെൻഡർ വിളിക്കുന്നതും കരാറുകാരനെ നിശ്ചയിക്കുന്നതും അതിന് ഫണ്ട് നൽകുന്നതും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ടാണ്. പഞ്ചായത്തിന് അതിൽ യാതൊരുവിധ തരത്തിലുള്ള കൈകടത്തലും അനുവദനീയമല്ല. എന്നിരുന്നാലും രാഷ്ട്രീയ പ്രേരിതമെന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ഈ 4 വർഷക്കാലം ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടും ഈ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ അവർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സത്യത്തിൽ ഇതിൽ യാതൊരുവിധ കഴമ്പുമില്ല. കാരണം പഞ്ചായത്തിന് യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുള്ള കൈവടത്തലുകളും ഇതിൽ സാധ്യമല്ല എന്നുള്ള സത്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ജൽജീവൻ പദ്ധതി പ്രവർത്തികളിൽ അഴിമതിയാണെന്ന് CPM കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് NK അഖിൽ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും മാർച്ചിനകം മുഴുവൻ പേർക്കും കണക്ഷൻ കൊടുത്ത് പദ്ധതി പ്രാവർത്തികമാക്കാനാണ് ഭരണസമിതി തീരുമാനമെന്നും MN ഗോകുൽദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒളിവിൽ പോയിരുന്ന യൂട്യൂബർ മണവാളൻ പോലീസ് പിടിയിലായി. കുടകിൽ നിന്ന് തൃശൂർ സിറ്റി ഷാഡോ പോലീസാണ് ഇയാളെ പിടികൂടിയത്.
ഇയാൾ ഒളിവിൽ പോയതോടെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. തൃശൂർ എരനല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് ഷാഹിൻ ഷാ എന്ന 26-കാരൻ. യൂട്യൂബിൽ 15 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലുടമയാണ്. കേരളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോടികളുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു. അഴിമതിയെ തുടർന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതിനു ശേഷം ചുമതലയേൽക്കുന്ന 3ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണിത്. മുൻ ജീവനക്കാരൻ കൂടിയായിരുന്ന DYFI സംസ്ഥാന നേതാവ് RL ശ്രീലാലാണ് പുതിയ കമ്മിറ്റിയുടെ കൺവീനർ. PK വത്സൻ, KJ ജോൺസൺ എന്നിവരാണ് 3-അംഗ കമ്മിറ്റിയിലെ മറ്റുള്ളവർ. 100 കോടിയോളം രൂപ ബാങ്കിൽ നിന്നും തട്ടിയെടുത്തു എന്ന പരാതിയിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതോടെ 2021 ജൂണിലാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ആരംഭിക്കുന്നത്. 2023 ഡിസംബറിൽ PK ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ 3-അംഗമുള്ള 2ാമത്തെ കമ്മിറ്റി ചാർജെടുത്തു. ഇവർ 1 വർഷവും 1 മാസവും പിന്നിട്ടതോടെയാണ് 3 അംഗങ്ങളുള്ള പുതിയ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ ജനാധിപത്യ രീതിയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സാധ്യതയുണ്ടായിട്ടും ബാങ്ക് കൈവിട്ടു പോകുമെന്ന ആശങ്കയിൽ ഇപ്പോഴും അത് നടത്താതെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ തുടർച്ചയായി നിയമിച്ച് ബാങ്കിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്ന് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സമരസമിതിക്ക് നേതൃത്വം നൽകിയിരുന്ന TK ഷാജു പറഞ്ഞു. 2018-2019 ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ബാങ്കിലെ അഴിമതിക്കെതിരെ പരാതികൾ ഉയർന്നത്. തുടർന്ന് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തി. 2020 ഒക്ടോബർ 10 റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2021 ജൂലൈ 14 ബാങ്കിന്റെ ചുമതലയുള്ള അന്നത്തെ സെക്രട്ടറി ES ശ്രീകല ഇരിങ്ങാലക്കുട പോലീസിന് നൽകിയ പരാതിക്ക് ശേഷം ED അന്വേഷണം ഏറ്റെടുത്തു. അനധികൃതമായി വായ്പകൾ നൽകിയ ജീവനക്കാരുടെ സംഘം 100 കോടിയോളം രൂപ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് പരാതി. ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയും പുതിയ കമ്മിറ്റി ചാർജ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ RL ശ്രീലാലാണ് എൻ്റെ കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ PK വത്സലൻ, KJ ജോൺസൺ, ഇങ്ങനെ 3-അംഗ കമ്മിറ്റിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് ഇന്ന് ചാർജ് എടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ശങ്കരമംഗലം 2ാം മൈൽസ് സ്നേഹവീതി റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ഡോക്ടർ രേഖാകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശങ്കരമംഗലം 2ാം മൈൽ സ്നേഹവീതി റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. ഡോക്ടർ രേഖാകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് ആസ് എ ഡോക്ടർ ആൻഡ് ആസ് ഒരു വ്യക്തി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് ഒരുപാട് പേഷ്യൻസിനെ ഞങ്ങൾ കാണാറുണ്ട്, ഒരുപാട് രോഗങ്ങൾ. ഞാൻ അതിൻ്റെ ഒരു മെഡിക്കൽക്കാരൻ ഒരുപാട് ഫോർമലായിട്ട് സംസാരിക്കുന്നേക്കാളും നമുക്ക് വളരെ സൈക്കോളജിക്കലിയും ഇപ്പം നിങ്ങൾ ഈ കൂടുന്നതിൻ്റെ ഒരു സൈക്കോളജിക്കലും മെൻ്റലിയും ഫിസിക്കലിയും ഒരു ഹെൽത്തി ഭാഗം ഞാൻ പറഞ്ഞുതരാം ആസ് എ ഡോക്ടർ. ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പൂവത്തിങ്കൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സേവന ഹോസ്പിറ്റൽ MD CP അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. VK ജയലക്ഷ്മി, M അബ്ദുൽ അസീസ്, ചന്ദ്രശേഖരൻ വാക്കട, ഗോപി വാക്കട തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം രേഷ്മ ഗോപാലിന്റെ മോഹിനിയാട്ടവും ധ്വനി കൈത്തലുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. നിരവധി പേർ വാർഷികാഘോഷം ആഘോഷിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നല്ലവിളിയിൽ സ്ഥാപിക്കാൻ പോകുന്ന ബിയർ നിർമ്മാണ ഫാക്ടറിയിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം നൽകാനുള്ള വാട്ടർ അതോറിറ്റിയുടെ നീക്കത്തിനെതിരെ കർഷക കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജൻ പാലക്കാട്ട് നടത്തിയ വാർത്താസമ്മേളനം. 1955 മലമ്പുഴ കമ്മീഷൻ ചെയ്യുമ്പോൾ ലക്ഷ്യമായി കാണിച്ചിരുന്നത് കാർഷികാവശ്യത്തിന് ജലം നൽകണമെന്നാണ്. ഈ ഉത്തരവിന് വിരുദ്ധമായാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ നിലപാടെന്നും പൊതുവെ കാർഷിക മേഖലയും നെൽകൃഷിയും വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ ബിയർ ഫാക്ടറിക്ക് വെള്ളം നൽകാനുള്ള തീരുമാനം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാജനും
ജില്ലാ ജനറൽ സെക്രട്ടറി PV പങ്കജാക്ഷനും പറഞ്ഞു. ഇത് കുടിവെള്ളത്തിന് ആവശ്യങ്ങൾ വരുമ്പോൾ പുഴയിലേക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിൽ സിൽട്ട് അടങ്ങിയ ഒരു കുറേയേറെ ഭൂരിഭാഗം ഒരു 25-30% അവിടെ തൂർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. അത് നന്നാക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്റ്റോറേജ് കൂട്ടാനോ ഒരു പ്രവൃത്തി നടന്നിട്ടില്ല. അവിടുത്തെ ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആവശ്യത്തിന് വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല എന്ന് റിട്ടേൺ ആയിട്ട് അയാൾ എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ബന്ധപ്പെട്ട അധികാരികളോ മന്ത്രിമാരോ മന്ത്രിസഭയോ പരിഗണിക്കാതെ ഇത് ഏകപക്ഷീയമായിട്ട് സാമ്പത്തിക ലാഭം അവരുടെ പാർട്ടിയും അല്ലെങ്കിൽ ആ ഭരണകർത്താക്കൾക്കും അതിന്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ ഒറ്റ കാരണത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ആളുകളെ പരിഹസിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ഇത് നാമാവിശേഷമാക്കാൻ ഈ കൃഷി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. മുൻപ് കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകി വെള്ളം കൊടുക്കാൻ പാടില്ലെന്ന കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. അതിനെ ലംഘിച്ച് ബിയർ ഫാക്ടറിക്ക് വെള്ളം നൽകാൻ നീക്കമെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ കാറ്റ് നിറയ്ക്കാൻ നിർത്തിയ ബസ് നിരങ്ങി 2 ബൈക്കിലും പെട്ടി ഓട്ടോയിലും ഇടിച്ചു നിന്നു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ചൊവ്വാഴ്ച രാവിലെ 9:30 പെരിങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുന്നിലാണ് സംഭവം. ചക്രത്തിൽ കാറ്റ് നിറയ്ക്കാൻ നിർത്തിയ ബസ് കാറ്റ് നിറച്ചുകൊണ്ടിരിക്കെ പിന്നിലേക്ക് ഉരുണ്ടിറങ്ങുകയായിരുന്നു. ബസ് ഡ്രൈവർ എത്ര ശ്രമിച്ചിട്ടും ചക്രത്തിൽ കാറ്റ് കുറവായതിനാൽ ബ്രേക്കിട്ട് നിർത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നു. റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഉരുണ്ടിറങ്ങി അപകടം വരുത്തിവെച്ചത്. ബസ്സിരിച്ച് 2 മോട്ടോർ സൈക്കിളുകളും പെട്ടി ഓട്ടോയും തകർന്നു. സ്കൂൾ വിദ്യാർത്ഥികളെല്ലാവരും ക്ലാസ്സിൽ കയറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ ആതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയും 20 അംഗ സംഘവും ബുധനാഴ്ച ആതിരപ്പള്ളിയിലെത്തും. കുങ്കി ആനകളെ ഉപയോഗിച്ച് പരിക്കേറ്റ ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ നടത്തുക. അതിരപ്പള്ളി 7-മുറ്റം മുഖം ഭാഗത്താണ് മസ്തിഷ്കത്തിൽ പരിക്കേറ്റ് വ്രണമായ നിലയിൽ കൊമ്പനാനയെ കണ്ടെത്തുന്നത്. ആനയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. മുറിവിൽ നിന്നും പഴുപ്പൊഴുകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതമായിരുന്നു വാർത്തകൾ. ഇതോടെ ആനയെ ചികിത്സിക്കാൻ വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയ്ക്ക് ചികിത്സാ ചുമതലകൾ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുണും 20 അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തുന്നത്. ആനയെ പിടികൂടുന്നതിനായി വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും നാളെ അതിരപ്പള്ളിയിലെത്തിക്കും. ആനയെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെറ്റിനറി ഡോക്ടർമാരായ ഡേവിഡ്, ബിനോയ്, മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി 2-ാം ബ്ലോക്ക് പ്ലാന്റേഷൻ പ്രദേശത്തുള്ള ആനയെ നിരീക്ഷിച്ചു വരികയാണ്. തൃശൂർ എറണാകുളം ജില്ലാ അതിർത്തി പ്രദേശമായതിനാൽ വാഴച്ചാൽ, ചാലക്കുടി, മലയാറ്റൂർ DFOമാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കാളികാവ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നിർമ്മിച്ച ശുചിമുറികൾ നാട്ടുകാർക്ക് തുറന്നു നൽകി. മുതിർന്ന കമ്മിറ്റി അംഗം പരിയശ്ശേരി സുകുമാരനാണ് ശുചിമുറികൾ തുറന്നു നൽകിയത്. ഈ നാട്ടിലെ ജനങ്ങളുടെ തന്നെ അഭ്യർത്ഥന മാനിച്ച് നിരന്തരം 12 വർഷമായി ഒരു ദൂരദിക്കിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പോലും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഈ സന്ദർഭത്തിൽ ഒരു ടോയ്ലറ്റ് വേണം എന്ന് വളരെ തവണ ഞങ്ങളോട് ആവശ്യപ്പെടുകയും അതിന്റെ ഒരു അവരുടെ അഭ്യർത്ഥന മാനിച്ച് അവരുടെ തന്നെ സഹകരണം കൊണ്ട് 4 ശുചിമുറികളുള്ള ഒരു ശൗചാലയം വളരെ ഭംഗിയായി ഇന്ന് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രസിഡന്റ് K. രാമനാഥൻ അധ്യക്ഷനായി. സെക്രട്ടറി മോഹൻ കൊയിലത്ത്, തുളസിദാസ് മങ്കര, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് M. കൃഷ്ണദാസ്, ഉത്സവ കമ്മിറ്റി പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. 4 ലക്ഷം രൂപ ചെലവിലാണ് ശുചിമുറികൾ നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇത് നടപ്പാക്കുന്ന ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സിന്റെ യോഗം വിളിച്ച് നിങ്ങൾ എന്തൊക്കെ പദ്ധതി നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയും എഴുതി തരും ഓരോരുത്തരും. ഇതൊക്കെ അത്രയും പ്ലാൻഡ് ആണ്. മറ്റുള്ള പഞ്ചായത്തുകളെ പോലെയല്ല. അപ്പൊ നല്ലോണം ഞങ്ങൾക്കാണെച്ച 1-2 കൊല്ലം പോയതിന്റെ സങ്കടപ്പെടുന്നത് അല്ലേ കാസി? ഞാൻ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും. അങ്ങനെ നമ്മൾ കാസിമിനോടൊക്കെ നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും പറഞ്ഞിട്ട് പറയും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് അവരിൽ നിന്നും കുറെ പദ്ധതികൾ നിങ്ങൾക്ക് എന്തൊക്കെ നടപ്പാക്കാൻ കഴിയും അവർ പറഞ്ഞത് മുഴുവനും നമുക്കതിൽ
നടപ്പാക്കാൻ പറ്റും. 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഗ്രാമസഭയിൽ ഉപകരണ നിർണയ ക്യാമ്പും UDID കാർഡ് രജിസ്ട്രേഷനും നടത്തി. 2024-25 വർഷത്തേക്ക് ഭിന്നശേഷിക്കാർക്ക് ഉപകരണം വിതരണം ചെയ്യുന്നതിന് 5,70,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ബേബി, വാർഡ് മെമ്പർമാരായ ശ്രീദേവി NT, കമലാക്ഷി, IC വിനീത, PU സൗദ സലീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പാറ. തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പുതുതായി സംരംഭം തുടങ്ങാൻ പുതിയ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സംരംഭം തുടങ്ങാനുള്ള ലോണും അവർക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് വ്യവസായ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പുതിയ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിനെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതും കാണാൻ വേണ്ടി കഴിയും. ഗ്രാമപഞ്ചായത്ത് അംഗം CP ഇന്ദിര അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ M ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P സുലൈമാൻ, താജുന്നിസ, CDS ചെയർപേഴ്സൺ MG മിനി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംരംഭം നടത്തി വിജയിച്ച അംഗങ്ങളെ മെമ്മന്റോ നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗം MP രഞ്ജിനി സ്വാഗതവും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ സാജു സേവിയർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മതഭൗതിക വൈജ്ഞാനിക രംഗത്ത് സുസ്ഥിരമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉസ്താദ് പാലത്തറ ഗേറ്റ് അബ്ദു വഷീദ് ബാക്കഫിയുടെ സൗത്ത് സുന്ന ദർസ് 20 വർഷം പിന്നിടുന്നു. വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഖ്യാപന സമ്മേളനം ജനുവരി 23-ന് കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസ് വേദിയാകുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതഭൗതിക വൈജ്ഞാനിക രംഗത്ത് സുസ്ഥിരമായ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് പാലത്തറ ഗേറ്റ് അബ്ദുൾ റഷീദ് ബാക്കഫിയുടെ സൗത്ത് സുന്ന ദർസ് 20 സേവന വർഷങ്ങൾ പിന്നിടുകയാണ്. വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രഖ്യാപന സമ്മേളനം ജനുവരി 23-ന് വ്യാഴാഴ്ച കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസ് വേദിയാകും. അറിവനുഭവങ്ങളുടെ 2 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ പുതിയ കാലത്തോടെ സംവദിക്കാൻ കഴിയും വിധം വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന ധാർമ്മിക വിദ്യാഭ്യാസം, സമ്പൂർണ്ണ വിദ്യാഭ്യാസം, സാമൂഹിക പ്രതിബദ്ധത എന്നാണ് വാർഷിക പരിപാടികൾക്ക് പേരിട്ടിരിക്കുന്നത്. രാവിലെ 7-ന് പതാക ഉയർത്തുന്നതോടെ പ്രഖ്യാപന സമ്മേളനത്തിന് തുടക്കമാകും. 4 മണിക്ക് അജ്മീർ മൗലീദും നടക്കും. രാത്രി 7 മണിക്ക് ഉസ്താദ് അബ്ദുൾ റഷീദ് ബാക്കഫിയുടെ അധ്യക്ഷതയിൽ പ്രഖ്യാപന സമ്മേളനം കേന്ദ്ര മുഷവറ അംഗം ഷൈഖുന താഴപ്പറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ ദേവർശാല മുഖ്യപ്രഭാഷണവും നടത്തും. മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പണ്ഡിതരും പ്രമുഖരും വാർഷികത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്ന തലവാചകത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം, സമ്പൂർണ്ണ വിദ്യാഭ്യാസം, സാമൂഹിക പ്രതിബദ്ധത എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് സുന്ന ദർസ് അതിന്റെ 20ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ആ 20ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം വരുന്ന ജനുവരി 23 വ്യാഴാഴ്ച അൻസാർ നഗർ മർക്കസിൽ വെച്ച് നടക്കുകയും ചെയ്യുകയാണ്. ആ പ്രഖ്യാപന സമ്മേളനത്തിൽ ഉസ്താദ് മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ താഴപ്ര, ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ ദേവർശോല തുടങ്ങിയ പ്രാസ്ഥാനിക, മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുകയാണ്. വാർഷിക പരിപാടിയോടനുബന്ധിച്ച് വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് വ്യത്യസ്തങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നാസർ നഈമി ചെമ്പുലങ്ങാട്, അലി അംജദി, ഷബീർ അഹസനി നാട്യമംഗലം, മൻസൂർ സഖാഫി കൈപ്പുറം, അബ്ദുൾ ബാസിദ് അഹ്സനി വല്ലപ്പുഴ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള കർഷക സംഘം മണ്ണൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് U രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ നിയമം മാറ്റാനുള്ള സംഘടിതമായ പോരാട്ടം തുടരുക എന്നതാണ് രണ്ടാമത്തെ പോംവഴി. അതുകൊണ്ട് ഇതിനെതിരെ ലക്ഷക്കണക്കിന് കൃഷിക്കാരെ അണിനിരത്തിയുള്ള വലിയ സമരത്തെ സംബന്ധിച്ച് കേരളത്തിലെ കർഷക സംഘം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് ശേഷം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അതാണ്. നെല്ല് സംഭരണത്തിൽ വരുന്ന അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ ഇതിനകം കർഷക സംഘത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും നാം നടത്തിയവരാണ്.
അങ്ങനെയാണ് പാലക്കാട് കളക്ടറേറ്റിലേക്കെല്ലാം നമ്മൾ സമരം നടത്തിയത്. AVM റസാഖ് അധ്യക്ഷത വഹിച്ചു. CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, V മോഹനൻ, PK ഉണ്ണികൃഷ്ണൻ, മുരളി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, AA ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം മണ്ണൂർ പഞ്ചായത്ത് സെക്രട്ടറി MC വിശ്വം സ്വാഗതവും രമേഷ് TS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന യുവജനോത്സവത്തിൽ ലളിതഗാനം, സംസ്കൃത ഗാലാപനം എന്നീ ഇനങ്ങളിൽ തുടർച്ചയായി 3ാം തവണയും A ഗ്രേഡ് നേടിയ കേളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ M ശ്രീഹരിയെയും അധ്യാപകൻ AT ഹരിപ്രസാദിനെയും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടിങ്ങിന് തീർച്ചയായും നമ്മുടെ കുടുംബാന്തരീക്ഷം ഇത് വലിയൊരു ഘടകമാണ്. നമ്മൾ ഓരോ വിദ്യാർത്ഥികൾ പഠിത്തമായും കലാപരമായും ഏത് പരമായ കഴിവുകൾ തെളിയിക്കണമെങ്കിൽ അവരുടെ കുടുംബത്തിന് സപ്പോർട്ട് തീർച്ചയായും എന്നാലാണ് അവർക്ക് ഒരു മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഈ കാര്യങ്ങൾ നേരിട്ടെടുക്കാൻ സാധിക്കുള്ളൂ. ഒരു അരിമാഷാരെ പറയാം, അരിമാഷാണ് പോലും ടീച്ചർ പറഞ്ഞു, അരിമാഷ കമ്പ്യൂട്ടർ പോലെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ സഹോദരനെ പോലെ ഒരു മാഷയെ പോലെ സ്വീകരിക്കും, മോട്ടിവേഷൻ കൊടുത്ത് നേതൃത്വം കൊടുത്ത് സംസ്ഥാന സ്കൂൾ ആ കലോത്സവത്തിൽ പങ്കെടുത്ത് തീർച്ചയായും ഒപ്പം നിന്നുകൊണ്ട്. PTA പ്രസിഡന്റ് KA ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ P രാജീവ്, മാനേജ്മെന്റ് പ്രതിനിധി KP സുഭദ്ര ടീച്ചർ, പ്രിൻസിപ്പൽ NS സീനു, പ്രധാനാധ്യാപിക P രാധിക, സ്റ്റാഫ് സെക്രട്ടറി KK തുളസിദേവി, മുണ്ടഞ്ചേരി മോഹൻദാസ്, ശ്രീഹരിയുടെ മാതാപിതാക്കളായ മണികണ്ഠൻ, ശോഭന എന്നിവർ സംസാരിച്ചു. ITL ഗ്രൂപ്പ് ന്യൂ ചോയ്സ് ലേസർ മാനേജർ RC നായരാണ് ഫലകം സ്പോൺസർ ചെയ്തത്. അധ്യാപകരായ VM നൌഷാദ്, K കൃഷ്ണൻകുട്ടി, R കവിത, K സജിൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ LP വിഭാഗത്തിനായി നോവ ഫെസ്റ്റ് ഫാന്റാസിയ സംഘടിപ്പിച്ചു. മൗണ്ട് സീന ഗ്രൂപ്പ് CEO KK മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. All of you are actively participating in this program. You will enjoy everything. Okay. So let me inaugurate this function in the name of God. Bismillahirrahmanirrahim. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ് അധ്യക്ഷത വഹിച്ചു. തുടർച്ചയായ 3ാം വർഷം മിമിക്രി, മോണോ ആക്ട് എന്നിവയിൽ സംസ്ഥാന കലോത്സവ വിജയിയായ മുഹമ്മദ് നയീം CS മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ് നയീമിനുള്ള ഉപഹാരം മാനേജർ അബ്ദുൾ സലാം K ചടങ്ങിൽ കൈമാറി. മൗണ്ട് സീന മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ പത്തിരിപ്പാല, മൗണ്ട് സീന ITI പ്രിൻസിപ്പൽ ഇൻചാർജ് സിദ്ദിഖ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. UP വിഭാഗം പ്രധാനാധ്യാപിക ഖദീജ, മോണ്ടിസ്റ്റോറി പ്രധാനാധ്യാപിക രജനി, പ്രോഗ്രാം കൺവീനർ അഹമ്മദ് കുട്ടി, ആർട്സ് കൺവീനർ ബിനിത എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ സ്വാഗത നൃത്തം, മാർച്ചിംഗ് ഡാൻസ്, ഒപ്പന എന്നിവ അരങ്ങേറി. UP വിഭാഗം വൈസ് പ്രിൻസിപ്പൽ വിൻസെന്റ് KS സ്വാഗതവും മൗണ്ട് സീന LP വിഭാഗം പ്രധാനാധ്യാപകൻ ബൽക്കീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തെനൂർ അത്താഴംപൊറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച വഴിപാട് കൗണ്ടർ, ഓഫീസ് കെട്ടിടം എന്നിവ ക്ഷേത്രം തന്ത്രി പനാവൂർ മനയ്ക്ക് ദിവാകരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KS മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. CPM പ്രവർത്തകർ പ്രതികളാകുമ്പോൾ അവരെ കുറ്റവാളികളാക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM പ്രവർത്തകർക്ക് കരുതൽ ആവശ്യമാണ്. കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന സംരംഭങ്ങൾ നാട്ടിൽ വരുമ്പോൾ അതിനെ തടയിടാൻ ഒരു കൂട്ടം ആളുകൾ മുന്നിട്ടിറങ്ങുന്നുണ്ടെന്നും MV ഗോവിന്ദൻ. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ തുടക്കം. 23-ന് സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ ഫാക്ടറി നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഭരണാധികാരികൾ സമര നിർമ്മാതാക്കളായി മാറുകയാണെന്നും എലപ്പുള്ളിയിൽ മദ്യ കമ്പനിക്ക് അനുവാദം നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പൻ. പാലക്കാട്ടെ ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ സമര പ്രഖ്യാപന കൺവെൻഷൻ. വയനാട് ചൂരൽമലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളി മദ്യ കമ്പനിക്ക് സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി. കേരളത്തിൽ മദ്യം ഒഴുക്കുന്നതിനായി പഞ്ചായത്ത് രാജ് ചട്ടം അട്ടിമറിച്ചെന്നും സമിതി നേതാക്കൾ. മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് SDPI. പദ്ധതി പ്രദേശത്തെ കൊടിനാട്ടി SDPIയുടെ പ്രതിഷേധം. മദ്യ കമ്പനിക്ക് വെള്ളം നൽകാനുള്ള വാട്ടർ അതോറിറ്റി തീരുമാനത്തിനെതിരെ പാലക്കാട്ടെ കൽമണ്ഡപത്തെ BJPയുടെ പ്രതിഷേധം. സമര പ്രഖ്യാപനവുമായി ചെറുതുരുത്തി കേരള കലാമണ്ഡലം മുൻ അധ്യാപകർ.
ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഒരു കൂട്ടം മുൻ അധ്യാപകർ. സമരപ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി 24 മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക്. മേൽപ്പാലം നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചു. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുപ്പ് നടപടികളും നഷ്ടപരിഹാര തുക നൽകുന്ന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. മേൽപ്പാല നിർദ്ദിഷ്ട സ്ഥലം മുഹമ്മദ് മുഹസിൻ MLAയും മറ്റു ജനപ്രതിനിധികളും സന്ദർശിച്ചു. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വല്ലപ്പുഴയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. പ്രതി യൂട്യൂബർ മണവാളൻ തൃശൂർ സിറ്റി ഷാഡോ പോലീസിന്റെ പിടിയിൽ. പ്രതി അറസ്റ്റിലായത് കുടകിൽ നിന്ന്. കോടിയുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു. അഴിമതിയെ തുടർന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടതിനു ശേഷം ചുമതല ഏൽക്കുന്ന മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. മങ്കര പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ്. ഇപ്പോഴത്തെ ആരോപണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്നും മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.